കൊല്ലം ചെമ്മാൻമുക്കിൽ ഭാര്യയെ തടഞ്ഞു നിർത്തി കാറിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. സംശയരോഗിയായ ഭർത്താവ് റിമാൻഡിലാണ്. കൊട്ടിയം തഴുത്തല തുണ്ടിൽ മെക്കേതിൽ അനിലയെ ഭർത്താവ് പത്മരാജൻ വകവരുത്തിയത് ആസൂത്രിതമായിട്ടാണ്. അനിലയ്ക്കൊപ്പം കാറിലുണ്ടായിരുന്ന ബേക്കറി ജീവനക്കാരൻ സോണിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കുറ്റവും ചുമത്തിയിട്ടുണ്ട്. നായേഴ്സ് ആശുപത്രിക്ക് സമീപം 3 മാസം മുൻപ് തുടങ്ങിയ ബേക്കറി പൂട്ടി കാറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്നു അനില. അതേ ദിശയിൽ മറ്റൊരു കാർ ഓടിച്ചു വന്ന് വശം ചേർത്ത് ഉരസി നിർത്തിയ ശേഷം പത്മരാജൻ ബക്കറ്റിൽ കരുതിയ പെട്രോൾ കാറിലിരുന്നു തന്നെ അനിലയുടെ മേലൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഇത് കണ്ട് ഇടതുവശത്തെ സീറ്റിലിരുന്ന ബേക്കറി ജീവനക്കാരൻ സോണി ഡോർ തുറന്ന് പുറത്തിറങ്ങി. ഇയാൾ പരിക്കുകളോടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അനിലയും പട്ടത്താനം സ്വദേശിയായ ഹനീഷ് ലാലും ചേർന്നാണ് ബേക്കറി തുടങ്ങിയത്. പത്മരാജൻ ബേക്കറിയിൽ എത്തുമ്പോഴെല്ലാം യുവാവ് അവിടെയുണ്ടായിരുന്നു. കച്ചവടത്തിലെ ഹനീഷിന്റെ പങ്കാളിത്തം പത്മരാജൻ വൈകിയാണ് അറിയുന്നത്. ഇതിൽ തർക്കമുണ്ടായി. കഴിഞ്ഞ ആഴ്ച കയ്യാങ്കളിയിലെത്തി. യുവാവ് തന്നെ മർദ്ദിച്ചപ്പോൾ ഭാര്യ തടയുകയോ എതിർത്ത് സംസാരിക്കുകയോ ചെയ്തില്ലെന്ന് പത്മരാജൻ പോലീസിനോട് പറഞ്ഞു. ഇതാണ് വൈരാഗ്യം മൂർച്ഛിക്കാനും കൊലപ്പെടുത്താനും കാരണം. ഭാര്യയെയും സുഹൃത്തായ യുവാവിനെയും കൊലപ്പെടുത്താനായിരുന്നു പത്മരാജൻ ലക്ഷ്യമിട്ടതെന്ന് പോലീസ് പറഞ്ഞു. ബേക്കറി നടത്തിപ്പിനായി നഗരത്തിനടുത്തു തന്നെ അനില വീട് വാടകയ്ക്കെടുത്തത് പത്മരാജന് ഇഷ്ടപ്പെട്ടില്ല. യുവാവും അനിലയും തമ്മിൽ അടുപ്പത്തിലാണെന്ന സംശയം കുടുംബ പ്രശ്നമായതോടെ ആദിച്ചനല്ലൂർ പഞ്ചായത്തിലെ കൊട്ടിയത്ത് നിന്നുള്ള അംഗം സാജൻ സംഭവത്തിൽ മധ്യസ്ഥത വഹിച്ചിരുന്നു. ബേക്കറി തുടങ്ങാൻ നൽകിയ 1.5 ലക്ഷം രൂപ നൽകി യുവാവുമായുള്ള കച്ചവട പങ്കാളിത്തം ഉപേക്ഷിക്കാൻ ധാരണയായിരുന്നു. ഇതിനു പിന്നാലെ വാടക വീട് ഒഴിയുകയാണെന്ന് അനില അറിയിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ മണിക്കൂറുകൾക്കകമാണ് കൊലപാതകം നടന്നത്. കുറ്റങ്ങളെല്ലാം പ്രതി സമ്മതിച്ചിട്ടുണ്ട്. ബേക്കറി പൂട്ടി അനിലയ്ക്കൊപ്പം ഹനീഷ് ലാലും കാറിൽ കയറും എന്നാണ് പത്മരാജൻ കരുതിയത്. പക്ഷേ കാറിൽ കയറിയത് സോണിയായിരുന്നു. പിന്നാലെ സ്കൂട്ടറിലാണ് ഹനീഷ് ലാൽ വന്നത്. ചെമ്മാൻമുക്കിലെത്തിയപ്പോൾ ഇയാൾ വീട്ടിലേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞു. തൊട്ടു പിന്നാലെ അനിലയുടെ കാറിന്റെ മുൻവാതിലിനോട് ചേർന്ന് പത്മരാജൻ വാൻ ഇടിപ്പിച്ചു നിർത്തിയ ശേഷം വാനിൽ ഇരുന്നുകൊണ്ട് തന്നെ പെട്രോൾ കാറിലേക്ക് ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. നവംബർ 6-നാണ് നിള എന്ന പേരിൽ അനില ബേക്കറി തുടങ്ങിയത്. ഇതിന് പത്മരാജനും 35,000 രൂപയോളം മുടക്കിയിരുന്നു. പട്ടത്താനം സ്വദേശി ഹനീഷ് ലാലും പണം മുടക്കിയിരുന്നു. ഹനീഷ് 1,49,000 രൂപ മുടക്കിയതായിട്ടാണ് പോലീസ് പറയുന്നത്. ബേക്കറിയുടെ മുതൽ മുടക്ക് 90% അനിലയുടേതായിരുന്നു. അനിലയുടെ കാറിൽ ഹനീഷ് ലാലിനെ ചില ദിവസങ്ങളിൽ പത്മരാജൻ കണ്ടിരുന്നു. ബേക്കറിയിലെ സാമ്പത്തിക പങ്കാളി എന്ന നിലയിൽ ഹനീഷ് ലാലുമായി അനില പുലർത്തിയ ബന്ധത്തെ ചൊല്ലി പത്മരാജൻ പലപ്പോഴും വഴക്കിട്ടിരുന്നു. ഹനീഷ് ലാലിന്റെ പണം തിരികെ കൊടുത്ത് ബേക്കറിയിലെ അവകാശം ഒഴിവാക്കണമെന്നായിരുന്നു പത്മരാജന്റെ ആവശ്യം. അനിലയെയും ഹനീഷ് ലാലിനെയും കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കൃത്യമായ ആസൂത്രണമാണ് പത്മരാജൻ നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. പഞ്ചായത്ത് അംഗത്തിന്റെ മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പ് ചർച്ചയിലൂടെ തീരുമാനത്തിലെത്തി മണിക്കൂറുകൾക്കുള്ളിലാണ് കൊലപാതകമെന്നതും ഞെട്ടലായി. ഹനീഷ് ലാൽ ബേക്കറിയിൽ പതിവായി വരുന്നതും ഇയാൾ ചോദ്യം ചെയ്തു. വഴങ്ങാതിരുന്ന അനിലയുമായി പത്മരാജൻ മാനസികമായി അകന്നു. ഹനീഷും പത്മരാജനും തമ്മിൽ അടിപിടിയും നടന്നു. തുടർന്ന് ദിവസങ്ങളോളം വീട്ടിലേക്ക് പോകാതിരുന്ന അനില ചെമ്മാൻമുക്കിന് സമീപം വീട് വാടകയ്ക്കെടുത്തിരുന്നു.